കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ കുഞ്ഞികൃഷ്ണ കൈമൾ. കേസ് നിങ്ങൾക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു. ഇതാ കോർട്ട് ഓർഡർ. എന്താണ് മിസ്റ്റർ കൈമൾ, ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തത്? 4.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരുപാട് നാളായില്ലേ സ്വാമി സന്തോഷിച്ചിട്ട്. അത് എന്താണെന്നും എങ്ങനെയാണെന്നും മറന്നുപോയി. ഫണ്ണി ജോക്ക്. ഞങ്ങൾ എന്നേക്കുമായി അച്ഛനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോഴാണ് വക്കീൽ ഈ വിവരം പറഞ്ഞത്, അല്ലെ? കഴിഞ്ഞതൊക്കെ അച്ഛൻ മറക്കണം. ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്ത് വിശ്വസിച്ച്? ഈ പണം സ്വന്തമാക്കാൻ വേണ്ടി ഒരു ദിവസം മുമ്പ് നീ എനിക്ക് ഭക്ഷണത്തിൽ വിഷം കലക്കി തരൂല എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അച്ഛാ, മിണ്ടിപ്പോകരുത്. ഈ പണം മാത്രം മോഹിച്ച് എന്നോട് സ്നേഹം കാണിക്കുന്ന ഒറ്റ എണ്ണത്തിനെ എനിക്ക് കാണണ്ട. ഇതിൽ നിന്ന് കാൽ ചില്ലിക്കാശ് കിട്ടുമെന്ന് ഒരുത്തനും പ്രതീക്ഷിക്കുകയും വേണ്ട. അയ്യോ അച്ഛാ, പിന്നെ ഈ പണം മുഴുവൻ എനിക്ക് ആവശ്യമുണ്ട. നിന്നെപ്പോലെ നെറിവേട്ട മക്കള് ആട്ടി ഇറക്കുന്ന പാവപ്പെട്ട തന്തമാര് എന്നെ പോലെ വേറെയുണ്ട് ഇവിടെ. അവർക്ക് പ്രയോജനപ്പെടാൻ ഞാൻ ഈ പണം മുഴുവൻ ഈ സ്ഥാപനത്തിൽ കൊടുക്കും. പൊയ്ക്കോ എന്റെ കൺമുമ്പിൽ. മോളെ ആലിസേ, അച്ഛാ, ഇവിടെ ഇറങ്ങി പോവാൻ വാ മോളെ. ഹലോ. എന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇല്ലാത്ത അസുഖം ചികിത്സിച്ച് ഭേദമാക്കിയതിന് ഒരു രോഗിയുടെ വക സമ്മാനം. ഇന്നത്തെ ആഘോഷം ഇവന്റെ പുറത്താകാം. പങ്കേഷ, സോഡയും ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ചോ. ഹലോ, ഒരു സംശയം. ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് വെച്ച് ചോദിക്കുകയാണ്. ഈ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായപരിധി എന്താണ്? താനൊരു ഡോക്ടറാണല്ലോ, അറിയാൻ പറ്റുമല്ലോ. വെരി സിമ്പിൾ. സന്താനോത്പാദന ശേഷി ഉണ്ടായി പിന്നെ അത് ഇല്ലാതാകുന്നതിന് തലേദിവസം വരെ, അത് തന്നെ പരിധി. അപ്പോ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ മാക്സിമം എന്ത് പ്രായ വ്യത്യാസമാകാം? അതിപ്പോ പിക്കാസോ, ചാർലി ചാപ്ലിൻ, പിന്നെ നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കർ, ഇവരൊക്കെ വിവാഹം കഴിച്ചത് തങ്ങളെക്കാൾ വളരെ പ്രായക്കുറവുള്ള പെൺകുട്ടികളെയാണ്. നേരെ മറിച്ച് തങ്ങളെക്കാൾ വളരെ പ്രായ കൂടുതലുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച പുരുഷന്മാരും ഉണ്ട്. ഫോർ എക്സാമ്പിൾ. അവരുടെ ഒന്നും കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ആരുടെയാ? മേന്റെയാ? കാര്യം എന്താണെന്ന് വെച്ചായിട്ട് ചുറ്റാണ്ട് നേരെ പറയണം സാറേ. എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ, മാപ്പ്. എന്താണ് ആർക്കയുടെ ഉദ്ദേശം? ഇനി അഥവാ വല്ല ഉദ്ദേശം ഉണ്ടെന്ന് ഇരിക്കട്ടെ. എന്താ, വല്ല കുഴപ്പമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അതിന് മാത്രം വൈകിപ്പോയിട്ടൊന്നുമില്ലല്ലോ. എന്താ? ഓ, ഏയ്. സോറി ഫോർ ട്രബിളിംഗ് യു സർ. പർച്ചേസ് ഫയൽ ഇവിടെ ഇരിപ്പുണ്ടെന്ന് സ്റ്റീഫൻ പറഞ്ഞു. എടുത്തോളൂ. സ്പെൻസേഴ്സിൽ നിന്നുള്ള പുതിയ ലിസ്റ്റുകളാണ്. സാറിനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. കണ്ടെടുത്തോളം കൊള്ളാമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഓർഡർ കൊടുക്കും മുമ്പേ ഒന്ന് നേരിട്ട് പോയി കാണുന്നതാവും നല്ലത്. എന്താ സാറിന്റെ അഭിപ്രായം? സാർ, സാറൊന്നും പറഞ്ഞില്ല. യെസ് ഓഫ് കോഴ്സ്.
അതായത് സാറ് വേറെ ഏതോ ലോകത്തിലായിരുന്നു എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ അതെ. ഐ എം സോറി. ഇത്രയും നാളിനിടയിൽ സാറിന്റെ ആബ്സെന്റ് മൈൻഡഡ് ആയ ഒരു നിമിഷം ഞാൻ ആദ്യം കാണുകയാണ്. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുന്നല്ലോ. യെസ് മിസ് ആലിസ്, എനിക്കും ഇങ്ങനൊരു അനുഭവം ഇതാദ്യമായാണ്. ഫോർ ദി ഫസ്റ്റ് ടൈം. അങ്ങനെ വരിക്കുവാ. തോറ്റു കൊടുക്കുന്നതിലും ഒരു സുഖമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ കരുതി ഇത് ഇങ്ങനെ എവിടെങ്കിലും ചെന്നേ അവസാനിക്കുള്ളൂ എന്ന്. പൂച്ച തനിയെ പുറത്ത് ചാടട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തോന്നിയെന്നല്ലാതെ. മനസ്സിലായി. പ്രതിപക്ഷത്തിന്റെ മനോഭാവം അറിഞ്ഞിട്ടില്ലെന്നല്ലേ? എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, മിസ് ആലിസിന് ഇത് പൂർണ്ണ സമ്മതമായിരിക്കും. ഞാനാ പറയുന്നത്. എന്തോ സാറേ, ആ പെൺകൊച്ച് തലകൊത്ത് നിന്നാൽ ഇതുപോലൊരുത്തനെ കിട്ടുമോ? പണം, സ്റ്റാറ്റസ്, പേഴ്സണാലിറ്റി. ചെറുക്കൻ എന്താ ഒരു കുറവ്? പ്രായ വ്യത്യാസമുണ്ട്, ജാതിയിലും വ്യത്യാസമുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇതിൽ രണ്ടിലും വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കാനുള്ള ലോക വിവരം ഏതായാലും ആ പെൺകൊച്ചിനുണ്ട്. ഈ പ്രപ്പോസൽ ആ കുട്ടിക്ക് സ്വീകാര്യമാവാതിരിക്കാൻ ഒരു കാരണവുമില്ല. ബ്രിഗേഡിയർ വേഴ്സസ് ക്യാപ്റ്റൻ പറയാൻ ഒരു സുഖമുണ്ട്. എന്നാലും ഒരെന്നാലും ഇല്ല. മേന സമ്മതമാണല്ലോ. ബാക്കി എനിക്ക് വിട്ടേരെ. മാത്രമല്ല, നിങ്ങൾ നേരിട്ട് പോയി അവതരിപ്പിച്ചാൽ ആകെ ചളാക്കും. അതിന് അതിൻ്റെതായ ചില രീതികളൊക്കെ ഉണ്ട്. അതിങ്ങോട്ട് വിട്ടേരെ. ഗുഡ് മോർണിംഗ് മിസ് ആലീസ്. ഗുഡ് മോർണിംഗ്. ഞാൻ സ്നേഹാലയത്തിൽ പോയിരുന്നു. ഇന്ന് വിസിറ്റ് ഡേ അല്ലല്ലോ. വിസിറ്റ് ഡേ അല്ലെങ്കിലും കാണേണ്ടവരെ കാണാൻ വരാതെ പറ്റില്ലല്ലോ. ഡോക്ടർക്ക് ഇപ്പൊ ആരെയാ കാണേണ്ടത്? കാണേണ്ടയാൾ മുമ്പിൽ തന്നെ നിപ്പുണ്ടല്ലോ. എന്നെയോ? അതെന്താ? എനിക്ക് ആലിസിനെ കണ്ടൂടെ? സംസാരിച്ചൂടെ? ഒരു കാര്യം പറയണമെന്ന് കുറച്ചു കാലമായി കരുതുന്നു. അതെങ്ങനെ അവതരിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആലീസ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടത്. എന്നാ പിന്നെ വൈകിക്കണ്ടാന്ന് തോന്നി. മിസ് ആലീസ്, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാൾ കൂട്ടിനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനും കരയെണ്ണാനും ഒക്കെ തോന്നുന്നത്. ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ തുണ ആവശ്യമാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. ചിലർ അതിനെക്കുറിച്ച് ആലോചിക്കാൻ വൈകിപ്പോകുന്നു എന്നേ ഉള്ളൂ. അല്ല, വൈകിപ്പോയി എന്ന് വെച്ച് അത് ഒരിക്കലും വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. മിസ് ആലിസിന് സമ്മതമാകുമെങ്കിൽ, അതായത് ഈ പ്രായത്തിലുള്ള വ്യത്യാസം ഒരു തടസ്സമല്ലെങ്കിൽ, എൻ്റെ ഒരു ആഗ്രഹമാണ്. ഐ മീൻ, ഞാനൊരു പ്രപ്പോസൽ അങ്ങോട്ട്. ഡോക്ടർ പ്ലീസ്, കുറെ കൂടി വകതിരിവ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. മിസ് ആലിസ്, ഞാൻ ലജ്ജയാവുന്നില്ലേ നിങ്ങൾക്കിത് എന്നോട് പറയാൻ? നിങ്ങളുടെ സംസാരവും തുറന്ന പ്രകൃതവും കണ്ടപ്പോ ഞാൻ ഇപ്പൊ ഫ്രീ ആയി പെരുമാറി. അതെന്റെ തെറ്റ്. ഇങ്ങനെ ഒരു കണ്ണുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു പ്രപ്പോസൽ പോലും. അയ്യോ മിസ് ആലിസ്, ഞാൻ പറഞ്ഞത് ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മള് മനസ്സിലായി. കൂടുതൽ വിശദീകരിക്കണ്ട. മിസ് ആലിസ്, ഞാൻ പറഞ്ഞത് അല്ല. ഞാൻ ആർ കെ സാറിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഹൗസ് ഡോക്ടറുടെ ഡ്യൂട്ടിയിൽ ഇതും പെടുമോന്ന്? മിസ് ആലിസ്, ഞാൻ പോയി സംസാരിച്ചാലും ഒക്കെ ചളവാവെന്ന് പറഞ്ഞ് താൻ തന്നെ ഏറ്റെടുത്തല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? അതിന് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ ആ പെങ്കൊച്ചൊന്നും നിന്ന് തന്നിട്ട് വേണ്ടേ? എന്നാലും മിസ് ആലിസിന്റെ അടുത്തേക്ക് താൻ തനിക്ക് വേണ്ടി പ്രപ്പോസലും കൊണ്ട് എന്നാണെന്ന് അവർ കരുതിക്കളഞ്ഞല്ലോ. അതും തന്റെ ഈ മോന്ത കണ്ടിട്ട്. അതേ മെന്നെ, നിങ്ങൾക്ക് വേണ്ടി ഈ കുരിശ് ഏറ്റെടുക്കാൻ തയ്യാറായ എനിക്കിത് തന്നെ വേണം. മാനം പോയത് മിച്ചം. ഇനി ദയവ് ചെയ്ത് സാർ ഒന്ന് ഏറ്റെടുക്കാതിരുന്നാൽ മതി. എന്റെ പാട് ഞാനായിക്കൊള്ളാം. ഐ വിൽ ഡീൽ ഇറ്റ് മൈസെൽഫ്. ഓക്കെ?